ഹലോ എവരിവൺ. ഇപ്പോൾ നമ്മുടെ പരീക്ഷയിലേക്ക് ഇനി 60 ദിവസം മാത്രമാണുള്ളത്. അപ്ലിക്കേഷൻ ഡേറ്റ് എപ്പോഴും വരുമെന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ 60 ദിവസത്തേക്കുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് എങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. അതിനാദ്യം നമ്മുടെ പേപ്പർ 1 നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. 50 ചോദ്യങ്ങളാണ് അതിൽ നമുക്കുണ്ടാകുന്നത്. 100 മാർക്കാണ്. 100 മാർക്കിനുള്ള 50 ചോദ്യങ്ങൾ, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. സെക്കൻഡ് പേപ്പറിൽ 100 ചോദ്യങ്ങൾ, 200 മാർക്കിനുള്ളത്. അങ്ങനെ ടോട്ടൽ 300 മാർക്കിനുള്ള ചോദ്യമാണ് നമുക്ക് വരുന്നത്. നമ്മുടെ വിഷയത്തിലുള്ള 6% ആണ് നെറ്റ് ലഭിക്കുന്നത്, 1% ആണ് JRF ലഭിക്കുന്നത്. ഒരു 15 to 17% വരെയാണ് അഡ്മിഷൻ ടു PhD ഓൺലി എന്നുള്ള രീതിയിൽ ലഭിക്കുന്നത്. ഇത് ഓവറോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇത് പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും കാര്യം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എപ്പോഴും പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സബ്ജക്റ്റിനാണ്. ആ ഒരു സബ്ജക്റ്റിലാണ് നമുക്ക് നെറ്റ് ലഭിക്കുന്നതും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പഠിക്കേണ്ട സമയമാണ്. പേപ്പർ 2 മാക്സിമം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കണം. പേപ്പർ 1 ഒരു 2 മണിക്കൂറെങ്കിലും പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ റിവിഷൻ, അതിൻ്റെ നോട്ടുകൾ തയ്യാറാക്കുന്നത്, അതിന് കൃത്യമായിട്ട് 1 മണിക്കൂർ സമയം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളൊരു ദിവസം 7 മണിക്കൂർ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് കിട്ടുന്ന സമയമൊക്കെ തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ വെറും ഒരു 2 മാസം 60 ദിവസമാണ്. ഈ ദിവസങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, എത്ര സമയം നമുക്ക് പഠിക്കാനായിട്ട് കിട്ടുന്നുണ്ടോ അത്രയും സമയം പഠനത്തിലേക്ക് കൊടുക്കുക. ഓക്കെ, സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പേപ്പർ 1നെ സംബന്ധിച്ചിടത്തോളം ടോപ്പിക് വൈസ് ഡെയിലി പഠിക്കുക. 1-2 യൂണിറ്റുകളെങ്കിലും ഡെയിലി പഠിക്കാൻ നോക്കുക. വരുന്ന തിങ്കളാഴ്ച മുതൽ നമ്മൾ ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക് റീസണിങ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചോദ്യങ്ങൾ പ്രാക്ടീസ് തുടങ്ങും. അപ്പോൾ നമുക്ക് 60 ദിവസം കൊണ്ട് വളരെ കൃത്യമായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പേപ്പർ 2നെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ 1-2 ടോപ്പിക്കുകൾ, അതിൻ്റെ ക്ലാസ്, അതിൻ്റെ നോട്ടുകൾ തയ്യാറാക്കുന്നതെല്ലാം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഡെയിലി അങ്ങനെ കവർ ചെയ്യുക. നോട്ടുകൾ തയ്യാറാക്കാൻ, അതായത് ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. നോട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അക്കാഡമിക് എക്സാം പോലെ ഒരുപാട് കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുന്ന ഒരു നോട്ടുകളല്ല. നമ്മുടെ മുമ്പിൽ ഇനി സമയം കുറവാണ്, നമുക്ക് എത്താനുള്ള ദൂരം കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം കാര്യങ്ങൾ നേരത്തെ തന്നെ കവർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ക്ലാസ് പോലും വിടാതെ കാണാൻ ശ്രമിക്കുക. ഒരു ക്ലാസ് പോലും മിസ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക് വളരെ അത്യാവശ്യമുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കോഴ്സിൽ വന്നിട്ടുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ തന്നുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഇതൊരു ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ കോഴ്സുകൾ കൈകാര്യം ചെയ്യാറില്ല. ഷോർട്ട് നോട്ടുകൾ നിങ്ങൾ തന്നെ എഴുതി തയ്യാറാക്കേണ്ടതാണ്. നോട്ടുകൾ ഷോർട്ടായിട്ട് എഴുതി തയ്യാറാക്കുക. എല്ലാ കാര്യങ്ങളും എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കോഴ്സ് കട്ടാകുന്നൊരു വിഷയമൊന്നും അവിടെ വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നോട്ടുകൾ കംപ്ലീറ്റ്, നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്ന നോട്ടുകൾ കംപ്ലീറ്റ് എഴുതിയെടുക്കുക എന്നുള്ളത് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കുക ഇനിയുള്ള ദിവസങ്ങൾ. ഓക്കെ, നമ്മൾ ഡെയിലി റീഡിങ് കോംപ്രഹെൻഷൻ തിങ്കളാഴ്ച മുതൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ദിവസം 2 വെച്ച് പ്രാക്ടീസ് ചെയ്യാം. മാത്തമാറ്റിക് റീസണിങ്, ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസും നമുക്ക് ആ ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഫസ്റ്റ് പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു രീതിയിലും ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പുറത്തുനിന്ന് എടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ, ഫസ്റ്റ് പേപ്പറിൽ നമ്മൾ തരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി. സെക്കൻഡ് പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എഫേർട്ട് നിങ്ങൾ അതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് പേപ്പറിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1-2 ടോപ്പിക്ക് ഡെയിലി പഠിക്കാൻ നോക്കുക. സെക്കൻഡ് പേപ്പറിലും ആ രീതിയിൽ തന്നെ കവർ ചെയ്യാൻ നോക്കുക ഇനിയുള്ള ദിവസങ്ങൾ. ഫസ്റ്റ് പേപ്പറിന് കൊടുക്കുന്ന ടൈമിൻ്റെ ഇരട്ടി, 1 മണിക്കൂർ ഫസ്റ്റ് പേപ്പറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂർ നമ്മുടെ മെയിൻ പേപ്പർ പഠിക്കാനായിട്ട് കൊടുക്കുക. നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നോ അത്രത്തോളം നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം മടി കാണിക്കുന്നോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും? പുറകോട്ട് പോകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഏതെങ്കിലും രീതിയിൽ ഡൗട്ടോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാനുള്ള നമ്പർ തന്നിട്ടുണ്ട്. നിങ്ങൾ മെസ്സേജ് അയക്കാനൊന്നും നിൽക്കേണ്ടതില്ല. അപ്പം തന്നെ നിങ്ങൾക്ക് വിളിക്കാം, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് കൃത്യമായിട്ടുള്ളൊരു ആക്റ്റീവ് ലേണിംഗ് ആയിരിക്കണം നമ്മൾ ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ തിങ്കളാഴ്ച മുതൽ, മൺഡേ മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ടുള്ള ആക്ടിവേഷൻ കീ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ, ആക്ടിവേഷൻ കീ ഉണ്ടാവും. അതിൽ ചോദ്യം അങ്ങനെ ആകുമ്പോൾ എല്ലാ ചോദ്യങ്ങളും, മോക്ക് ടെസ്റ്റിൻ്റെ എല്ലാ ചോദ്യങ്ങളും ഓപ്പൺ ആയിട്ട് തുടങ്ങും. ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ടുള്ള സെഷൻ മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. അത് മൺഡേ മുതൽ നമുക്ക് ഓപ്പൺ ചെയ്യാം.
ഒരു ചോദ്യത്തിന് മാക്സിമം സമയം ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷനും അതുപോലെ തന്നെ മാത്തമാറ്റിക് റീസണിങ് നമ്മൾ ലൈവ് വരുന്നുണ്ട്, ലോജിക്കൽ റീസണിങ് അതും വരുന്നുണ്ട്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഈ 3 ഏരിയ നമ്മൾ ലൈവ് വരും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനുണ്ടാവും. അപ്ഡേറ്റിനായിട്ട് നിങ്ങൾ വേറെ എവിടെയും നോക്കേണ്ടതില്ല, നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് അതിൻ്റെ അപ്ഡേറ്റുകൾ വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്ഡേറ്റിനായിട്ട് നിങ്ങൾ വേറെ എവിടെയും ഒരു കാര്യത്തിനും നോക്കേണ്ടതില്ല. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ്. അവോയ്ഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ടൈമിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ബുക്കൊക്കെ സജസ്റ്റ് ചെയ്യാം. അത് PYQൻ്റെ കാര്യത്തിൽ, സെക്കൻഡ് പേപ്പറിൻ്റെ കാര്യമാണ് പറയുന്നത്. PYQൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നോട്ട്സിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ നമുക്കത് സജസ്റ്റ് ചെയ്യാം. റിവിഷൻ സ്കിപ്പ് ചെയ്യുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. റിവിഷൻ മസ്റ്റാണ്. അതിനു കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ ഇനി അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. പേപ്പർ 1ൻ്റെ പ്രാക്ടീസ് ഓവർലുക്കിംഗ്, അതായത് കൂടുതലായിട്ട് നമ്മൾ പേപ്പർ 1 പ്രാക്ടീസ് ചെയ്യുന്നത് ഒഴിവാക്കുക. പേപ്പർ 1 എന്ന് പറയുന്നത് 50 ചോദ്യങ്ങൾ 100 മാർക്കിനുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ ക്ലാസ് മാത്രം ഫോളോ ചെയ്താൽ മതി. ഇനി അങ്ങോട്ടേക്ക് എല്ലാവരും ഫോക്കസ് ചെയ്യുക പേപ്പർ 1ലേക്കായിരിക്കും. ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ വരും. കാരണം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം, നമ്മളടക്കമുള്ള ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം പേപ്പർ 1 എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റും ഉള്ളതാണ്. അപ്പോൾ കൂടുതൽ ഏരിയ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അതിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. അത് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഓവർ സ്റ്റഡി ഒഴിവാക്കുക. മാക്സിമം നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയം സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പൊമോഡോറോ അതുണ്ടല്ലോ, റെസ്റ്റ് ഒക്കെ എടുത്തിട്ടുള്ള ഒരു 1 അവർ തുടർച്ചയായിട്ട് പഠിക്കുമ്പോൾ നമ്മളൊരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത് അങ്ങനെ വീണ്ടും ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത് അങ്ങനെ ഒരു തുടർച്ചയായിട്ടുള്ള പഠനത്തിൽ നിന്നും നമ്മളൊന്ന് എന്ത് ചെയ്യാം, നമുക്ക് സ്ക്രീൻ ടൈമൊക്കെ ഒഴിവാക്കുക. ക്ഷീണം വരുന്നൊരു ഇഷ്യൂ ഒക്കെ വരും, അതൊക്കെ ഒഴിവാക്കാൻ നോക്കുക. അതുപോലെ തന്നെ കൺസേൺ, യാതൊരു രീതിയിലും കൺസേൺ ആവേണ്ടതില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ വിളിക്കാം. അതുപോലെ തന്നെ സ്ട്രെസ് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പരീക്ഷ കോമ്പറ്റീഷൻ ലെവൽ അത് വർഷാവർഷം കൂടി വരികയാണ്. നമ്മൾ ഒരു ദിവസം പുറകോട്ട് പോയാൽ നമുക്ക് നഷ്ടമാകുന്നത് JRFO നെറ്റോ ആയിരിക്കും. ഇനിയുള്ള ദിവസങ്ങൾ, ഇപ്പോൾ പണ്ടൊക്കെ നെറ്റിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു, അത് കുറഞ്ഞു വരികയാണ്. കാരണം ഇപ്പം എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന JRF ആണ്. JRF കിട്ടിയിട്ടില്ലെങ്കിൽ ഇതെന്തോ ഇല്ല എന്നുള്ള രീതിയിലാണ്. അതൊരിക്കലും അങ്ങനെയല്ല. നെറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ യഥാർത്ഥ യോഗ്യത. JRF എന്ന് പറയുന്നത് PhD ചെയ്യാനായിട്ട് വെറും 2 വർഷം മാത്രം ലഭിക്കുന്നൊരു യോഗ്യതയാണ്. അത് 2 വർഷം കഴിഞ്ഞാൽ ആ യോഗ്യത ഉണ്ട് എന്ന് നമ്മൾ പറയാനേ പാടില്ല, അത് കട്ടാവും. ഓക്കെ, 2 വർഷം അതൊരു ഫെലോഷിപ്പ് യോഗ്യത മാത്രമാണ്. 2 വർഷം കഴിഞ്ഞാൽ അത് കട്ടാവും. അതിനുള്ളിൽ നമ്മൾ PhDക്ക് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് കട്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നെറ്റാണ് നമുക്ക് എപ്പോഴും നിലനിൽക്കുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യുക. PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ JRFിലേക്കും ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ ഇതിൻ്റെ വാസ്തവമാണ് പറയുന്നത്. ഓക്കെ, അവസാനമായിട്ട് പറയാനുള്ള കാര്യം കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ ഇതുപോലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രാക്ടീസ്. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ, നമ്മളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങളാണ് ചോദിക്കുക, നമുക്ക് അറേഞ്ച് ചെയ്യാനാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രസ് കൃത്യമായിട്ട് വിലയിരുത്തുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, ഇതാണ് പറയാനുള്ളത്. കോൺഫിഡൻറ്റ് കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് മറ്റെവിടെയും ഇത് ലഭിക്കില്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഫസ്റ്റ് പേപ്പർ 50 ചോദ്യങ്ങൾ, സെക്കൻഡ് പേപ്പർ എത്ര ചോദ്യങ്ങൾ, 100 ചോദ്യങ്ങൾ. ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 100 മാർക്ക്, മറ്റത് 200 മാർക്കാണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ്. ആ രീതിയിൽ വേണം പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിക്കുക. PYQ പ്രാക്ടീസ്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ്, അത് നമ്മൾ മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ആക്ടിവേഷൻ കീ എല്ലാവർക്കും തരുന്നതായിരിക്കും. ഓക്കെ, അത് ഏത് രീതിയിലാണ് ആക്ടിവേഷൻ കീ കൊടുക്കേണ്ടത് സൈറ്റിലേക്ക്, അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനായിട്ട് വീഡിയോ ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമ്മൾ ഇനി അങ്ങോട്ടേക്കുള്ള 60 ദിവസങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സമയമില്ല എന്നുള്ളതൊന്നും നിങ്ങൾ കണക്കാക്കേണ്ടതില്ല. ഇനിയും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക, കോൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പറയാൻ